കേൾക്കുമ്പോൾ തോന്നും ഭ്രാന്താന്ന്. പക്ഷേ ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാര്യം തരക്കേടില്ലല്ലോ, ഇത് കൊള്ളാലോ എന്ന്. ഓണക്കാലമാണ്. ഓണക്കാലം തന്നെ പൂക്കാലമാണ്, പൂവിടുന്ന കാലമാണ്. എല്ലാ വീട്ടിലും പൂക്കളം തീർക്കും. ഈ പൂക്കളം തീർക്കുന്നത് ഏറ്റവും രസകരവും എളുപ്പവുമാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള നിർദ്ദേശങ്ങളാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും പൂക്കളം തീർത്ത് കഴിഞ്ഞാൽ പൂക്കളത്തിന് ചുറ്റും അവിടെയൊക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും, ഞെട്ടിയും വാലും കോലും ഒക്കെ ആയിരിക്കും. ഇത് ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ് ആദ്യം പറയുന്നത്. നമുക്ക് ഉറവിടത്തു നിന്ന് തന്നെ നശിപ്പിക്കുക എന്നാണ്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നൊരു പരിപാടി പറഞ്ഞ പോലെ നമുക്ക് ഉറവിടത്ത് നിന്ന് തന്നെ ഈ മാലിന്യ പ്രശ്നം ഒന്നുമില്ല, ഞെട്ടിയും ഇലയും ഒക്കെയാണ്, തണ്ടൊക്കെയാണ്. അതൊരു പൂക്കളത്തിനോട് അടുത്ത് കിടക്കുന്നത്, പിന്നെ അത് വാരിയെടുക്കലൊക്കെ വലിയ ശ്രമകരമാണ്. അതിനുള്ള പണിയാണ് ആദ്യം പറഞ്ഞത്. ആദ്യം വേണ്ടത് നിങ്ങൾ നല്ല നഖം നമുക്കുണ്ടാവണം. പൂ നുള്ളുക എന്നാണ് പറയുക. ഇവിടെ പൂ നുള്ളിയ പോലെ പൂവിന് ഞെട്ടിക്കും നമ്മൾ നുള്ളു കൊടുക്കുന്നത്. നമ്മൾ ഒരു പൂവ് അവിടെ നിന്ന് എടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ഗന്ധരാജൻ പോലുള്ള വാലുള്ള വെളുത്ത വാലിൻ്റെ പൂക്കൾ, അത് ആ വാല് കളഞ്ഞിട്ട് വേണം വെക്കാൻ. വാലോട് കൂടി വെക്കാൻ പറ്റില്ല, പിന്നെ കമിഴ്ത്തി വെക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ വാലോട് കൂടി നമുക്ക് വേണ്ട എതളിൻ്റെ കടയിൽ പോയിട്ട് ഒരു നുള്ളുള്ള, അപ്പോൾ എതളുകൾ മാത്രം കിട്ടും, പൂവ് മൊത്തം കിട്ടി. അടുത്തത് അങ്ങനെ എത്ര ഇല വേണമെങ്കിൽ, എത്ര പൂവ് വേണമെങ്കിൽ അത്രയും പൂവ് അവിടെ നിന്ന് തന്നെ നുള്ളി ആ ഞെട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് ആ മരത്തിൽ നിന്നോട്ടെ, അത് മരത്തിന് ശരിക്കും കുഴപ്പമില്ല, അതും കൊണ്ടുവരാം. ഇങ്ങനെ കഴിയുന്നത് തെച്ചിപ്പൂവ് അങ്ങനെയാവാം. ചെമ്പരത്തി അങ്ങനെ പറ്റിയില്ല, തരും. കോളാമ്പി ചിലപ്പോൾ അങ്ങനെ പറ്റും. ഈ ഉള്ളിൽ ഈ കേസരം നിൽക്കുന്നതിനോടാണ് വലിയ പ്രശ്നം. അത് പിന്നെ വന്ന് നമുക്ക് നശിപ്പിക്കണം. നശിപ്പിക്കുക പറഞ്ഞാൽ അതൊക്കെ വേണ്ടതാണ്, നമുക്ക് പൂക്കളത്തിന് വേണ്ട, അതുകൊണ്ടാണ് നശിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് ഈ പിന്നീട് ഇത് വാരിയെടുക്കുക തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ചെടിയുടെ പൂവിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ആ ഉപേക്ഷിച്ച് വാരിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ കഴിയുന്നത് അത് ചെടിയിൽ തന്നെ നിലനിർത്തിയിട്ട് ഉറവിടത്ത് തന്നെ അത് വെച്ചുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള സാധനം മാത്രം കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൊള്ളാമെന്ന്. ഇപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു, ഇനി അതിനുശേഷം നിങ്ങളൊന്ന് പ്രാബല്യത്തിൽ വരുത്തി നോക്കൂ.